ഹലോ! എല്ലാവർക്കും വലിയൊരു സ്വാഗതം ട്ടോ. അപ്പൊ ഇന്ന് ഞാനേ ചുവപ്പ് പൊട്ടാ കുത്തിയിരിക്കണേ. അപ്പൊ ഇത് ഭംഗിയുണ്ടോന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യേ. ഞാൻ സാധാരണ കറുപ്പ് പൊട്ടല്ലേ തൊടാറ്. അപ്പൊ ഇന്ന് ചുവപ്പ് പൊട്ട് കിട്ടി. ഇത് അമ്മയുടെയാണ് ട്ടോ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പൊ കുട്ടപ്പായി എന്നോട് വന്നിട്ട് പറയാണ്, "അമ്മ എൻ്റെ കയ്യിൽ അമ്മയ്ക്കൊന്നും തരാനില്ല. ഒരു ഉമ്മ തരാൻ" പറഞ്ഞിട്ട് കവളത്തൊരു ഉമ്മ തന്നു ട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു, "അമ്മേനെ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ?" ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "എന്തേ?" ചോദിച്ചു. "അമ്മയ്ക്ക് ഞാൻ ഒന്ന് തുടച്ച് തരാം" പറഞ്ഞു. "അമ്മ അടിച്ചു വാരിയാ മതി" പറഞ്ഞു. അങ്ങനെ കുട്ടപ്പായാണ് ട്ടോ ഇന്ന് ഹോളൊക്കെ എനിക്ക് തുടച്ച് തന്നത്. ഞാനും കൂടി അവൻ്റെ കൂടെ. അവൻ കുട്ടിയല്ലേ. എന്നാലും അവൻ പറഞ്ഞിട്ട് ഇന്നത് ചെയ്ത് തന്നു എനിക്ക്. അവയ്ക്ക് ഭയങ്കര സന്തോഷമായി ട്ടോ. ഇന്നെനിക്ക് നല്ലോണം കാല് കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ അവൻ അത് ചെയ്ത് തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ കുട്ടപ്പായുടെ മുടിയൊക്കെ വളർന്നോന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടപ്പായുടെ മുടിയൊക്കെ വളർന്നു. അവനും മുടി ഒരുപാട് ഇഷ്ടാണ് ട്ടോ. നല്ലോണം നോക്കും ചെയ്യും. അത് കാരണം എനിക്ക് വലിയ സമാധാനാ. ചില കുട്ടികളുണ്ട് മുടി വളർത്തണംന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നോക്കില്ല. അപ്പൊ നമുക്ക് അടുക്കളയിലത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മള് നല്ലൊരു കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കേബേജ് ഉപ്പേരി നമ്മൾ അരിഞ്ഞെടുക്കാൻ നമ്മുടെ ചോപ്പർ കുറ്റി, ചോപ്പർ കൂട്ടനെന്ന് പറയണില്ല. ഇനിയിപ്പോ കുറ്റീന്ന് പറയാ. ഇതിനൊരു കുറ്റിയുണ്ടല്ലോ. അപ്പൊ ദാ ചോപ്പറിൽ ഞാൻ നന്നായിട്ടൊന്ന് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പേരിയുടെ പണിയൊക്കെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും ട്ടോ. ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവ ഇല്ലാതെ യാതൊരു നിവർത്തിയില്ല. ഇപ്പൊ അരിഞ്ഞെടുക്കാക്ക് ഭയങ്കര മടിയായിരിക്കുന്നു. ഉള്ളി മാത്രമാണ് ഞാനിപ്പോ ചെറിയ ചെറിയ ഉള്ളികൾ ട്ടോ നമ്മുടെ ആ ഒരു പലകയുടെ മുകളിൽ അരിഞ്ഞെടുക്കാറുള്ളൂ. അപ്പൊ ഇന്ന് നല്ല സ്രാവും കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്രാവ് വറക്കും ചെയ്യാം. ഇന്നത്തെ താരവനാണേ. അപ്പൊ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയുണ്ട്, സ്രാവും പിന്നെ കേബേജ് ഉപ്പേരിയും പിന്നെ ഒരു ചമ്മന്തിയും പിന്നെ മുട്ട വറുത്തതും. പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല കറി വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചീനമുളക് ഇട്ടിട്ട് നല്ല മുരിങ്ങയുടെ ഇലക്കറിയുണ്ട്. അത് മതി ഇന്നത്തെ ഊണിന്. കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് തേങ്ങ ചിരകിയിട്ട് കഴിഞ്ഞാൽ രുചി കൂടും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായതിന് ശേഷം ട്ടോ. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു. നമ്മുടെ സവോളയും വെളുത്തുള്ളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂക്കണ വരെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കണ വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമ്മുടെ ഇത് കേബേജ് അരിഞ്ഞ് വെച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ആവിയിൽ വേവിക്കുകയാണ് ഏറ്റവും നല്ലത് ട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഈ അളിപിളി ആയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ആവിയിലാണ് വേവിക്കുക. അതിൽ തന്നെ വെള്ളം ഊറി വരും. പിന്നെ നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരണേ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കേട്ടോ. അവസാനം നമുക്ക് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി. ചോറുണ്ണാൻ ഈ ഒരു ഉപ്പേരിയും തൈരും ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ലേശം ചമ്മന്തിയും വേണം. ചട്ടിച്ചോറ് കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ചട്ടിച്ചോറ് ഇവിടെ തന്നെ ഉണ്ടാക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കി നോക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങും ഉപ്പേരിയും നമ്മുടെ ഈ എന്താ അച്ചാറും ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും മീൻ കൂട്ടാനും ഒക്കെ കൂടിയിട്ട് ചെറിയൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കി നോക്കാം. കുട്ടപ്പായി അതെ കുറേ ദിവസമായി പറയണു. അങ്ങനെ നമ്മുടെ സ്രാവിനെടുത്തിട്ട് നമുക്ക് നറുനുറാന്ന് അരിഞ്ഞെടുക്കാം ട്ടോ. ഇതിങ്ങനെ അരിഞ്ഞെടുത്താലാണ് നല്ലോണം മുരിഞ്ഞ് കിട്ടുള്ളൂ. ആ മുരിഞ്ഞ് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. പക്ഷേ പലർക്കും അധികം മൊരിയാത്ത സ്രാവ് വറുത്തതാണ് അധികം ഇഷ്ടം. കുട്ടപ്പായ്ക്ക് ഇവിടെ നല്ലോണം മൊരിയണം. അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്രാവിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിലിടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ വറുക്കണേൻ്റെ ഒരു മണിക്കൂർ മാത്രമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചുള്ളൂ. അത് രാവിലെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ് നല്ലോണം പോയിട്ട് നല്ല രുചിയോട് കൂടി നമുക്ക് തിന്നാൻ സാധിച്ചായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. സ്രാവ് പിന്നെ എങ്ങനെയാണെങ്കിലും നമുക്ക് തിന്നാലോ. തൈരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാ. പക്ഷെ ഞാൻ എടുക്കണില്ല. ഏട്ടൻ കണ്ട് കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും. മീനും തൈരും കൂടി ഒപ്പം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിഷ്ടാട്ടോ. ചിക്കൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കുന്നത്, മീനിൻ്റെ കൂടെ തൈര് വറുത്ത മത്തി, തൈര്, പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് ചെറുള്ളി കടിക്കാൻ വേണ്ടിയിട്ട്. ആഹാ! പറയുമ്പോൾ തന്നെ വായിൽ വരുന്നു. അപ്പൊ ചട്ടിച്ചോറ് തിന്നാൻ കൊതിയായിട്ടിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കാം. കുറച്ച് വറുത്ത മീനും കുറച്ച് ചമ്മന്തിയും കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും ഒക്കെ കൂടിയിട്ട് മീൻ വറുത്തത് മീൻ കൂട്ടാനൊക്കെ കൂടിയിട്ട് നമുക്കൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാം. കുട്ടപ്പായും കുറേ ദിവസമായി പറയണം. അപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ എന്തെങ്കിലും തിന്നാനൊക്കെ കൊണ്ടുവരും. അപ്പോൾ കുട്ടപ്പായി പെട്ടിയൊക്കെ പൊളിക്കുകയാണ്. ഈ നമ്മുടെ ദുബായിൽ നിന്ന് ആൾക്കാർ വരില്ലേ അതുപോലെ അവൻ ഓടിച്ചെന്ന് പെട്ടിയൊക്കെ പൊളിച്ചപ്പോൾ ഉണ്ട് നല്ല ഈത്തപ്പഴം. അപ്പോൾ ആ ഈത്തപ്പഴം 2 എടുത്ത് തിന്നു. നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ഒതുങ്ങാത്തൊരു വലിയൊരു തേങ്ങയാണ്. അത് എങ്ങനെ ചിരകിയെടുക്കാന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് ഇത് എവിടുന്ന് കിട്ടിയോ ആണാവോ. അപ്പോൾ അതിൻ്റെ ഒരു മുറി കഴിഞ്ഞിട്ട് ഇനി ഒരു മുറി കൂടി ഉണ്ട്. ഇതിൻ്റെ വലിപ്പം നോക്ക് ഇങ്ങള്. അത് കയ്യിൽ ഒതുങ്ങണില്ല ചിരകാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ചിരകിയെടുക്കുകയാണ് കേട്ടോ. അതിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, ഉപ്പേരിക്കുള്ളതും ഉണ്ട്. 2 ദിവസം കൂട്ടാൻ വയ്ക്കാനുള്ള തേങ്ങ 4 ദിവസം കൂട്ടാൻ വയ്ക്കാനുള്ള തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തേങ്ങ പൊളിച്ചപ്പോൾ
അങ്ങനെ ദാ ഉപ്പേരിക്കുള്ളതും നമ്മുടെ ചമ്മന്തിയിലേക്കുള്ളതും ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഏട്ടാ ദാ എള്ളൊക്കെ കൊടുന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ എള്ള് കൊണ്ടുവരുന്നുള്ള കാര്യം. അപ്പോൾ ദാ എള്ള്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡൊക്കെ കൊടുന്നിട്ടുണ്ട് ട്ടോ. അയ്യോ! ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല മറന്നുപോയി. അപ്പോൾ ദാ റാഗിപ്പൊടിയും കൊടുക്കുന്നുണ്ട്. റാഗി എനിക്ക് പൊടിപ്പിക്കാനേ പറ്റണില്ല. ഉണക്കിയാലല്ലേ പൊടിപ്പിക്കുക. അത് കഴുകിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഉണക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ വെയിലും ഇല്ല. അങ്ങനെ ദാ നമ്മുടെ തേങ്ങ ഇടാനുള്ള സമയമായി ട്ടോ. നമ്മുടെ കാബേജൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാബേജ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലേശം നേരം ഒരു അടുപ്പത്ത് കുറച്ച് നേരം കൂടി വെക്കുക സിമ്മിലിട്ടിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരി നമുക്ക് ഇറക്കി വെക്കാം ട്ടോ. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ചമ്മന്തിയിലേക്കുള്ള മുളകും ഉള്ളിയും വറുത്തെടുക്കാം. അതേപോലെ തന്നെ മീനും വറുക്കാം. അപ്പോൾ അധികം പാത്രങ്ങൾ പരത്തണ്ടല്ലോ. എനിക്കാച്ചാ പാത്രം കഴുകാൻ ഭയങ്കര വിമ്മിഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ ഗ്ലൗസ് ഇട്ടിട്ട് പാത്രം കഴുകുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് വെറുതെ വെള്ളത്തോടൊന്ന് ചുവറ്റിയിട്ട് വരാം ട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ ഒരു ഒരുപാട് കഴുകിയിട്ട് എടാ ഉപ്പേരിയുടെ ബാക്കിയൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും നോക്കണ്ട. ഇനി ഇത് കഴുകാനുള്ളതല്ലേ. അപ്പോൾ ഇതാ നല്ലോണം ഉള്ളിയും നമ്മുടെ വറ്റൽമുളകും കൂടിയിട്ട് വഴറ്റിയെടുക്കണം ട്ടോ. അപ്പോൾ അതിലെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിക്കാഞ്ഞത്. വെളിച്ചെണ്ണ വെള്ളത്തോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വറ്റിയതിന് ശേഷം നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ശരിക്ക് തീയിൽ ചുട്ടെടുക്കണം. അതാണ് അതിൻ്റെ രുചി. ആ ഒരു മണവും ആ മുളക് ചുട്ടതിൻ്റെ ഒരു മണവും ഉള്ളി ചുട്ടതിൻ്റെ മണമൊക്കെ നമ്മുടെ ചമ്മന്തി കഴിക്കുമ്പോൾ നമ്മുടെ വായിലിങ്ങനെ വരും. അപ്പോൾ എനിക്ക് അമ്മ ചുട്ട് ഇതേപോലെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ കത്തിച്ച് ചുടുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് കുറച്ച് ത്വര പിടിച്ച പരിപാടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മീൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചട്ടി ചൂടായി കഴിഞ്ഞാൽ എണ്ണയും ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മീനിട്ട് കൊടുക്കാം. നമ്മുടെ സ്രാവ് കുട്ടനെ. എന്നിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയാണ് നോക്കാം. അപ്പോൾ എല്ലാ മീനും കൂടി ഒപ്പമിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇരട്ടിപ്പണി വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിൽ തന്നെ വറക്കാമെന്ന് വിചാരിച്ചത്. ചെറിയ ചട്ടിയാണെങ്കിൽ നമുക്ക് തോനെ മീനിടാൻ പറ്റില്ല. കുറേ നേരം നമ്മുടെ വെറുതെ സമയം വെറുതെ പോകും. ഗ്യാസും പോവും. അപ്പോൾ ഈ ഒരൊറ്റ ചൂടിൽ ഈ ഒരു വെളിച്ചെണ്ണയിൽ നമ്മുടെ എല്ലാ സ്രാവും വറുത്തെടുക്കുകയാണെങ്കിൽ അതല്ലേ എളുപ്പം. അപ്പോൾ വലിയ ചട്ടി എടുക്കുകയാണ് ഏറ്റവും നല്ലത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുഴിയിലിങ്ങനെ എല്ലാം കൂടി കെടുക്കുകയും ചെയ്യും. അങ്ങനെ മീനൊക്കെ ഓരോ കഷ്ണം ഓരോ കഷ്ണം ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പൂച്ചക്കുട്ടി പുതിയത് ഉണ്ടായിട്ടുണ്ട്. അതിന് ഇന്നൊരു കഷ്ണം കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മൂപ്പരാള് ഏത് കൂടേലും വന്നിട്ടൊരു കഷ്ണം എടുത്ത് കൊണ്ടുപോകും. അത് വേറെ കാര്യം. നമ്മുടെ ഇവിടെ ഇടനാഴിയിലാണ് ഭക്ഷണമൊക്കെ വെക്കുക കേട്ടോ. അപ്പം ചമ്മന്തി അരയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ചമ്മന്തി അരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണിത്. കുറച്ച് ചോറിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചമ്മന്തിയും കൂട്ടി ചോറുണ്ണാനും നല്ല രുചിയാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കുറേ തിന്നിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയുടെ കൂടെ പാടത്ത് പണിക്ക് പോകുമ്പോൾ. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് കുത്തി ഇളക്കി അങ്ങട്. എന്നിട്ട് ചമ്മന്തി ഇതാ കണ്ടോ ഈ ഒരു കളറിലാണ് കിട്ടുക. അപ്പോഴേക്കും നമ്മുടെ മീൻ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ടെന്നേ. വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് ഒന്ന് 4 മൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി ഏകദേശം കഴിയാറായി. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാണ്ട്. അത് നമുക്ക് ഊണ് കഴിഞ്ഞ് കഴുകിയെടുക്കാം. കാരണം 1:15 വിശപ്പ് നല്ലോണം വന്നിരിക്കുന്നു. അപ്പോൾ ഏട്ടനും കുമാറും കൂടിയിട്ട് അവിടെ പുറത്ത് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഈ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ അശരീരി കേൾക്കണത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കണത് നമ്മുടെ കുട്ടപ്പായുടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് മുട്ടയും കൂടി വറുക്കാൻ വിചാരിച്ചു. എല്ലാവരും ഉള്ളതല്ലേ. അമ്മ മാത്രമാണ് വെജിറ്റേറിയൻ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇല കൂട്ടാനും നല്ല വറുത്ത പുളിയുണ്ട്. അപ്പോൾ വറുത്ത പുളി നമ്മൾ എടുക്കണില്ല. ഇന്നലത്തെ ചിക്കൻ കറി, പിന്നെ ചമ്മന്തി, മുട്ട വറുത്തതും, പിന്നെ നമ്മുടെ കാബേജ് ഉപ്പേരി, പിന്നെന്താ സ്പെഷ്യൽ നമ്മുടെ ഉണക്കമീൻ വറുത്തതാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടയൊക്കെ നന്നായിട്ട് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് മുട്ട ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൽ ഉള്ളിയും പച്ചമുളകും ഇടുന്നത് എൻ്റെ കുട്ടപ്പായ്ക്ക് ഇഷ്ടമല്ല. അവന് ഉള്ളി അലർജിയാണ്. എന്നാൽ ഷവർമ്മ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സലാഡ് കഴിക്കുമ്പോഴൊന്നും ഈ ഉള്ളി ഒരു അലർജി ഇല്ല. അതെന്താ കാര്യം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഇന്നലെ വറുത്ത ചിക്കൻ്റെ കൂടെ ഒരു സവോള നന്നാക്കി അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അത് അരിഞ്ഞിട്ട് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അത് കഴിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ മഴക്കാറുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും നല്ല പുഴുക്കാണ്. ചുട്ടിട്ട് ഇരിക്കാൻ വയ്യ. അപ്പം ഞാൻ കുട്ടപ്പായോട് ചോദിക്കാറുണ്ട് ഇടയ്ക്കിട്ടോ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ പറക്കിയിടുമ്പോൾ അണക്കെന്താ കുട്ടപ്പാ ഈ ഉള്ളി അലർജിയാണോ? ഈ എന്താ ഉള്ളി തിന്നാത്തത് ചോദിക്കാറുണ്ട് ഞാൻ. പിന്നെ തക്കാളി തീരെ ഇഷ്ടമല്ല. അത് കടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അത് കുഞ്ഞിലേ ഉള്ളതാ. ഉരുളക്കിഴങ്ങൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് വറുത്ത് തിന്നും. അത് ചെറുപ്പത്തിലേ അത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ പുഴുങ്ങി ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് അവന് കൊടുത്തിരുന്നത്. അത് നല്ല ഇഷ്ടമാണ് ഇനി. നല്ലോണം കഴിക്കുകയും ചെയ്യും. ഇപ്പോഴും ആ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ മുട്ട വറക്കല് ഇവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് നമ്മുടെ വാഴൻ്റെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു. എന്നിട്ട് നമ്മുടെ മുട്ട ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കുരുമുളകും പൊടി അങ്ങട് തൂകി കൊടുത്തു ട്ടോ. ഇങ്ങനെ കഴിക്കൊരു പ്രത്യേക രുചിയാന്ന് കുട്ടപ്പ എന്നോട് എപ്പോഴും പറയും. കാരണം അവന് ഉള്ളി ഇഷ്ടമല്ലല്ലോ. എനിക്കാണെങ്കിൽ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കണം. ആ എരു ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ എങ്ങനെ കിട്ടിയാലും നമ്മൾ അകത്താക്കും. അത് വേറെ കാര്യം. അങ്ങനെ അതാ ഓരോ മുട്ട വറുത്തതും ഓരോ മുട്ട വറുത്തതേ കുറച്ച് മുട്ട വറുത്തതും ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടിട്ട് കൊട്ടത്തളത്തിൽ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുക്കളത്തൊന്ന് ഒതുക്കി ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. മുട്ട വറുത്തത് ഉപ്പേരി എടുത്തിട്ടില്ല കേട്ടോ. മുരിങ്ങയുടെ ഇല കൂട്ടാൻ, ചിക്കൻ, പിന്നെ നമ്മുടെ ചമ്മന്തി, പിന്നെ സ്രാവ് വറുത്തത്. അപ്പോഴേക്കും കുട്ടപ്പായി ഓടിയെത്തി. അത് ഞാൻ എപ്പോൾ ചോറുണ്ണുമ്പോഴും അവന് കൂടെ ഉണ്ടാവും ഒരു ഉരുള കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉരുളകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു കുട്ടപ്പ എന്നോട് തല്ലൂടാൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം എത്ര വട്ടം തല്ലുപിടിച്ചിട്ടാ അവിടെയും പരത്തി ഇവിടെയും പരത്തി ഓരോന്നും ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കും കുട്ടപ്പായി. എൻ്റെ നിന്നാണെങ്കിൽ നല്ല അടിയും കിട്ടും ചീത്തയും പറയും ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ അടി മേടിക്കാനും തല്ലൂടാനൊന്നും കുട്ടപ്പായി വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ ഓരോന്ന് ഓരോ ഐറ്റംസ് കൂട്ടിയിട്ട് ഓരോ ഉരുള കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് മുരിങ്ങയുടെ ഇല നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടി കൊടുത്തു, മുട്ട കൂട്ടി കൊടുത്തു, ചിക്കൻ കൂട്ടി കൊടുത്തു, ചമ്മന്തി കൂട്ടി കൊടുത്തു, സ്രാവ് കൂട്ടി വേണ്ടി ചോദിച്ചപ്പോൾ ഏയ് ഇത് വേണ്ട അമ്മ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രുചിയുണ്ട്. നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ട്ടോ. അങ്ങനെ എൻ്റെ കയ്യിന്ന് 2 ഉരുള മേടിച്ച് കഴിച്ചതിന് ശേഷം കുട്ടപ്പായി ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് എടുത്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അത് ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം. പിന്നെ പുതിയതായിട്ട് ഞാനൊരു ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടണില്ല. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചയൂണ് ഉഷാറായി കേട്ടോ. നല്ല ഇലക്കറിയും പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീൻ എല്ലാം ഉണ്ട് ഇന്നത്തെ ഉച്ചയൂണിൽ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ സീ യു.